ഹലോ കൂട്ടുകാരെ, മീൻ കറിയിൽ പല പരീക്ഷണങ്ങളും പല സ്റ്റൈലിലും തയ്യാറാക്കി നോക്കുന്നതാണല്ലേ നമ്മൾ മലയാളികൾ. അപ്പോൾ ഇന്നത്തെ സ്റ്റൈലെന്ന് പറഞ്ഞാൽ പാരഗൺ സ്റ്റൈല് ഫിഷ് കറിയാണ്. സാധാരണ മാങ്ങയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് കുടംപുളിയിട്ടാണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഉലുവ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം അതിനകത്തേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ഉള്ളി വട്ടത്തിലരിഞ്ഞതും പിന്നെ പച്ചമുളക് ഒരു 4-5 പച്ചമുളകും കൂടി വട്ടത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി ഒന്ന് കളറൊക്കെ ചേഞ്ച് ആവുന്നിടം വരെ വഴറ്റിയെടുക്കാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് വരണേ, ആ ഒരു പരുവം വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പം നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ മുരിഞ്ഞ് വരുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നല്ലതുപോലെ തന്നെ മുരിച്ചെടുക്കാൻ വേണ്ടി നോക്കാം. ഒരുപാട് മുരിച്ചെടുക്കണ്ട, ജസ്റ്റ് അതിൻ്റെയൊക്കെ ഒന്ന് കളറ് ചേഞ്ച് ആയി വന്നാൽ മതി. അപ്പോൾ അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാത്ത സാധാരണ മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് നമ്മുടെ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അതിനുശേഷം അതിനകത്തേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. ഒരു 1.5 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ വേണ്ട, ഒരു 1.25 ടീസ്പൂൺ മതി കേട്ടോ. സാധാരണ നമ്മൾ മുളക് പൊടിയെക്കാട്ടിലും കുറച്ചാണ് മല്ലിപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ ഒന്ന് അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു തക്കാളി നീളത്തിലരിഞ്ഞതോ ചെറുതായിട്ട് അരിഞ്ഞതോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അത് നല്ലതുപോലെ ഒന്ന് തിളച്ച് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് അതിനകത്ത് വെന്ത് വരുവേ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനകത്തേക്ക് തിളപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ കുടംപുളിയും കൂടിയിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 3 കഷ്ണം കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. ഈ സാധാരണ പാരഗൺ സ്റ്റൈല് മാങ്ങ ഇട്ടിട്ടാണ് മീൻകറി ഉണ്ടാക്കുന്നത്. അപ്പോൾ മാങ്ങ ഇട്ട് തന്നെ ഉണ്ടാക്കണമെന്നില്ല, കുടംപുളി ഇട്ടാണെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അതേ ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ മാങ്ങയാണ് ഇടുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് മാങ്ങ ഇടാം കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ കുടംപുളി ഇട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ചും കൂടി നല്ല ദശ കട്ടിയുള്ള മീൻ എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ചെറിയ മീനുകളൊക്കെ ഇങ്ങനെ മീൻകറി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവത്തില്ല. വലിയ വലിയ മീനുകളും നല്ല ദശ കട്ടിയുള്ള മീനുകളും പിന്നെ അയില പറ്റും കേട്ടോ. അയില ഇച്ചിരി ദശയുള്ള മീനാണല്ലോ. വലിയ അയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അയിലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അയില കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം ചാറില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഇതാവണ്ട, ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്ത് തിളപ്പിച്ചെടുക്കണ്ട കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് മാത്രം വെള്ളം ചേർത്തിട്ടാണ് തിളപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്. അപ്പോഴത്തേക്ക് നല്ല ചാറൊക്കെ ആകും. അപ്പോൾ നമുക്കിനി മീൻ ഇട്ടതിന് ശേഷം ഇത് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ അടപ്പ് വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ആവശ്യാനുസരണം പിന്നെ വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ നല്ല തിള വന്നിട്ടുണ്ട്. നമ്മുടെ മീനുകളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. മീനൊക്കെ പെട്ടെന്ന് വേഗമെന്ന് അറിയാമല്ലോ. അപ്പം തിള വന്ന് മീനുകളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരുപാടിട്ട് ഉടച്ച് ഇളക്കി കൊടുക്കണ്ട, ജസ്റ്റ് ഇതൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ അതിനകത്തേക്ക് ഉപ്പൊക്കെ ആവശ്യമുണ്ടോ എന്ന് നോക്കുക. ഞാനിട്ടിരിക്കുന്ന ഉപ്പ് എനിക്ക് കറക്റ്റായിരുന്നു. ലാസ്റ്റ് അതിനകത്തേക്ക് നമ്മുടെ തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 കപ്പ് 1 കപ്പ് 1.5 കപ്പ് നിങ്ങളുടെ ചാറിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി. അതിന് തീ ഓഫ് ചെയ്യണം കേട്ടോ. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. അപ്പോൾ ഇനി ആ ചട്ടിക്കകത്ത് കിടന്ന് തന്നെ അത് നല്ലതുപോലെ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒന്ന് വെന്ത് വരും കേട്ടോ. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് അതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാരഗൺ സ്റ്റൈല് ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം പാരഗൺ സ്റ്റൈലിൽ മാങ്ങയിട്ടാണ് തയ്യാറാക്കുന്നത്. കുടംപുളി ഇട്ടും തയ്യാറാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ സാധാരണ അവിടെ ഫേമസ് ആയിട്ടുള്ളത് മാങ്ങ ഇട്ടിട്ടുള്ള പാരഗൺ സ്റ്റൈല് ഫിഷ് കറിയാണ്. അപ്പം ഞാനൊരു വെറൈറ്റി ആയിട്ട് കുടംപുളി ഇട്ട് നോക്കിയതാണ് കേട്ടോ. പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിച്ചിട്ടുണ്ട് പാരഗണിൽ നിന്ന് ഫിഷ് കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, വളരെ ഇഷ്ടപ്പെടും. നമ്മുടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെ, പൊറോട്ടയുടെ കൂടെ, ദോശയുടെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനായിട്ട് പോകുന്നൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.